കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞൊരു സിനിമ പേര് കേട്ടിട്ടില്ലേ? അതിൻ്റെ ഒറിജിനൽ ഓണറാണ് ഈ കാണുന്നത്. ആ കാണുന്ന ഒറ്റ തണ്ടിൽ നിൽക്കുന്ന ആ ഒരു വെള്ള പൂവ്. ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള കോമൺ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ജിഞ്ചർ, വൈറ്റ് ജിഞ്ചർ ലില്ലി, ഗാർലൻഡ് ഫ്ലവർ, സിന്നമൺ ജാസ്മിൻ എന്നൊക്കെയാണ്. സയന്റിഫിക് ഐഡന്റിറ്റി ആണെങ്കിൽ സിംഗിബറേസി, അതായത് ജിഞ്ചറിന്റെ ഒക്കെ ഫാമിലിയിൽ പെടുന്ന ഹെഡിഷിയം കൊറനേറിയം എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ആണ്. മലയാളത്തിൽ സുഗന്ധി എന്നൊരു പേര് കൂടി ഇതിനുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് ദോലൻ ചമ്പ എന്താണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ 1.5 to 2 മീറ്റർ വരെയും പൊക്കം ഈ ചെടിയുടെ ഇലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലേസ് ഷേപ്ഡ്, നല്ല വലിയ നീണ്ട ഇലകളാണ്. ഇലകൾ തന്നെ ഒരു 2 അടി നീളം. ചെടിയുടെ ആ ഒരു ഒറ്റ തണ്ടയിൽ താഴെ മുതൽ മുകളിൽ വരെ ഇലകളാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു പൂ കൊല തന്നെ ഉണ്ട്. വെള്ള പൂമ്പാറ്റകളെ പോലെ തോന്നിക്കുന്ന നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഈ ചെടിക്കുള്ളത്. പൂവുള്ളപ്പോൾ ഈ ചെടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ തന്നെ നല്ല സുഗന്ധമാണ്. ഇപ്പോൾ കേരളത്തിൽ പോസ്റ്റ് മൺസൂൺ സീസണിലാണ് ഇതിപ്പോൾ പൂവിട്ടേക്കുന്നത്. ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറഞ്ഞു ഇന്ത്യ, നേപ്പാൾ, മ്യാൻമാർ, തായ്ലാൻഡ്, വിയറ്റ്നാം എന്നീ റീജിയൻസ് ആണ്. അതിൻ്റെ അകത്ത് തന്നെ ഈസ്റ്റേൺ ഹിമാലയസിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഈ ചെടി ഇപ്പോൾ ബ്രസീലിലും ചൈനയിലും ജപ്പാനിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും അതുപോലെ തന്നെ അമേരിക്കയിലെ പല ഭാഗങ്ങളിലും നട്ടു വളർത്താറുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ എടുത്തേക്കുന്നത് കേരളത്തിലെ വെസ്റ്റേൺ ഗാർഡ്സ് നിയർ ബൈ ഉള്ള ഒരു റീജിയണിൽ നിന്നാണ്. ഇവിടെ നാച്ചുറൽ ആയിട്ടുണ്ടായതല്ല, ഇത് കൊണ്ടുപോയി നട്ടേക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ നല്ല റിച്ച് ആൻഡ് മോയ്സ്റ്റ് സോയിലുള്ള ഹ്യൂമിഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സിലാണ് ഇത് കൂടുതലായിട്ടും വളരുന്നത്. പാർഷ്യൽ ഷെയ്ഡോ ഫുൾ സൺലൈറ്റോ ഇതിന് വിഷയമല്ല. പിന്നെ റൈസോംസ്, അതായത് കിഴങ്ങുകൾ വഴിയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇതിന് അനുയോജ്യമായ ക്ലൈമറ്റിൽ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവാനും അതുപോലെ തന്നെ ഇൻവാസീവ് ആവാനും ഉള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ എല്ലാ ചെടികളെ പോലെ തന്നെയും ഇതിൻ്റെയും ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി എൻഹാൻസ് ചെയ്യുക, പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുക, ലാൻഡ്സിലെ സോയിൽ സ്റ്റെബിലൈസ് ചെയ്ത് സോയിൽ ഇറോഷൻ കുറയ്ക്കുക എന്നതൊക്കെയാണ്. ഇനി ഇതിൻ്റെ ഫ്രൂട്ട് ആൻഡ് സീഡ് ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സും സീഡ്സും ഒന്നും ഇതിന് ഉണ്ടായതായിട്ട് ഇതേവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ക്യാപ്സുലാർ ഷേപ്പിലാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ സീഡ്സ് ആണെങ്കിൽ നല്ല ബ്രൈറ്റ് റെഡ് കളറിലുമാണ് ഇരിക്കുന്നത്. ചെടിയുടെ ഒരു ഫൈറ്റോ കെമിക്കൽ കോമ്പോസിഷൻ പറയുകയാണെങ്കിൽ ഇത് വോളറ്റൈൽ ഓയിൽസിനും ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിലും റിച്ച് ആണ്. അതായത് ലിമോണിൻ, മൈസറിൻ, ക്യാംഫീൻ, ബീറ്റ പൈനീൻ എന്നൊക്കെ പറഞ്ഞ ടെർപെൻ, റൈസിൻ, ട്രൈമീതോക്സിഫ്ലേവോൺ എന്ന് പറഞ്ഞ ഫ്ലേവനോയിഡ്സ്, ബീറ്റ സൈറ്റോസ്റ്റെറോൾ, സ്റ്റിഗ്മസ്റ്റെറോൾ പോലെയുള്ള സ്റ്റെറോൾസ്, കൊറോണറിൻ A2I, പിന്നെ ഐസോകൊറോണറിൻ D എന്നൊക്കെ പറഞ്ഞ ഡൈടെർപെൻസ്, ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇതിന്റെ ആന്റി ഓക്സിഡന്റ്, ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസിലേക്കാണ്. ഈ ചെടിയുടെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സും മെഡിസിനൽ യൂസേജസ് ഒക്കെ പറയുകയാണെങ്കിൽ ഇതൊരു ഒറ്റമൂലിയുമാണ്. പിന്നെ ആയുർവേദ മെഡിസിൻസിൽ ട്രഡീഷണലി യൂസ് ചെയ്ത് വരുന്ന ഒരു ചെടിയാണ്. ഇത് ചുമ, ബ്രോങ്കൈറ്റിസ്, ആസ്മ പോലുള്ള റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ആത്രൈറ്റിസും പിന്നെ റുമാറ്റിസും ട്രീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് തലവേദന കുറയ്ക്കാനായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, മൈഗ്രെയിൻസ് ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിന് ന്യൂറോളജിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്. ഇത് കൂടാതെ ഇത് ബ്ലഡ് പ്യൂരിഫിക്കേഷനും ഡീടോക്സിഫിക്കേഷനും ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസീസസ്, അതായത് ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സും ഇൻഡൈജഷനും ഒക്കെ ട്രീറ്റ് ചെയ്യാനായിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കഷായങ്ങളും ചില തൈലങ്ങളും ഒക്കെ തന്നെ കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കും യൂസ് ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നു. ഇതിൻ്റെ ഒരു ടോക്സിസിറ്റി പറയുകയാണെങ്കിൽ ഹ്യൂമൻസിനും പെറ്റ്സിനും ഒന്നും തന്നെ ഇത് ടോക്സിക് അല്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസിലേക്ക് വരാം. അപ്പം മലയാളത്തിൽ ഇതിനെ വിളിക്കുന്നത് കല്യാണ സൗഗന്ധികം എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാല കോർക്കാനും അതുപോലെ തന്നെ സ്റ്റേജ് ഡെക്കറേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പൂ. നല്ല സുഗന്ധമുള്ള പൂമ്പാറ്റയെ പോലെ തോന്നിക്കുന്ന പൂക്കളുള്ളത് കൊണ്ടായിരിക്കണം അതിന് മെയിനായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. പിന്നെ ഇത് ക്യൂബയുടെ ദേശീയ പുഷ്പം തന്നെയാണ്. നമ്മൾ മലയാളികൾ മുല്ലപ്പൂ ചൂടുന്ന മാതിരി അവിടെയുള്ള വനിതകൾ ചൂടുന്ന ഒരു പുഷ്പമാണ് ഈ പറഞ്ഞ കല്യാണ സൗഗന്ധികം. ക്യൂബയുടെ തോട്ടങ്ങളിൽ ഒരു കല്യാണ സൗഗന്ധികമെങ്കിലും ഇല്ലെങ്കിൽ തങ്ങളുടെ കാർഷിക വൃത്തി അപൂർണമെന്ന് ഇവിടുത്തെ കർഷകർ വിശ്വസിക്കുന്ന ഒരു പതിവ്. ഇതിൻ്റെ തണ്ട് പേപ്പർ നിർമ്മാണത്തിലും പിന്നെ ഇതിൻ്റെ പൂവിൽ നിന്നുള്ള തൈലം അക്തർ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്ത് വരുന്നുണ്ട്. കിഴങ്ങിൽ നിന്ന് എടുക്കുന്ന തൈലാണെങ്കിൽ വയറുവേദനയ്ക്കും വിരനാശിനിയായും ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ വിടരാത്ത പൂമൊട്ടാണെങ്കിൽ പച്ചക്കറിയായിട്ടും സാലഡ്സിലൊക്കെ ഇടുന്ന പച്ചക്കറിയായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.